കണ്ടുമുട്ടലുകൾ ഒഴിവാക്കാൻ പുറപ്പെട്ട റോഡിൽ വീണ്ടും വീണ്ടും ഞാൻ വിധിയെ കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു. The one thing I was always sure about was എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിനെയും ഹിമാലയൻ റോഡ് യാത്രയെയും മലയാളി യുവാക്കൾക്കിടയിൽ തരംഗമാക്കിയ ചിത്രമായിരുന്നു നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. കാസി എന്ന നായകനായി ദുൽഖർ സൽമാൻ തിരശീലയിലെത്തിയപ്പോൾ മലയാള സിനിമ അതിന്റെ തലമുറ മാറ്റത്തെ വ്യക്തമായും തിരിച്ചറിയുകയായിരുന്നു. ദുൽഖർ സൽമാൻ എന്ന താരപുത്രൻ അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയുടെ താരോദയമായത് ഇത്തരം പുതുവഴികളുടെ തിരഞ്ഞെടുപ്പിലൂടെയാണ്. ഉസ്താദ് ഹോട്ടലിലെ ഫൈസിയായും ബാംഗ്ലൂർ ഡേയ്സിലെ അർജുനായും ചാർലി എന്ന ജിന്നായും മലയാള സിനിമയ്ക്ക് മറ്റൊരാളെ സങ്കല്പിക്കാനാവില്ല. മലയാള നായകത്വത്തിന്റെ സ്ഥിരം ചുവകളിലെ മാറ്റമായിരുന്നു അതോരോന്നും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അയാൾ നായകത്വത്തിന്റെ പുത്തൻ മുഖമായി പരിവർത്തനപ്പെടുകയായിരുന്നു. മികച്ച കഥാരചനകൾ കൊണ്ടും വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ടും മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റമുണ്ടായ കാലമായിരുന്നു 2011-2012 എന്നത്. ഉള്ളടക്കത്തിലും സംവിധാന രംഗത്തും ഛായാഗ്രഹണത്തിലും എഡിറ്റിംഗ് പാറ്റേണിലും തുടങ്ങി മലയാള സിനിമ അതിന്റെ നടപ്പുശീലങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ഇതേ കാലഘട്ടത്തിലാണ് സെക്കൻഡ് ഷോ എന്ന ശ്രീനാഥ് രാജേന്ദ്രൻ ചിത്രത്തിലൂടെ ദുൽഖർ വെള്ളിത്തിരയിലെത്തിയത്. മമ്മൂട്ടിയുടെ നക്ഷത്ര തിളക്കത്തിന്റെ തണലിൽ വളരുന്ന മകൻ എന്ന വിളിപ്പേരിൽ നിന്നും ഇന്ത്യയെമ്പാടും ആരാധകരുള്ള നായകനായി വളരാൻ അയാൾക്ക് വേണ്ടി വന്നത് ഒരു വ്യാഴവട്ടക്കാലം. അതിനിടയിൽ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും അടക്കം അയാൾ സമ്മാനിച്ചത് 40ഓളം സിനിമകൾ. ചുപ്പ് എന്ന ചിത്രത്തിലെ ഡാനിയും സീതാരാമത്തിലെ റാമും ഗൺസ് ആൻഡ് ഗുലാബ്സിലെ അർജുനും ഇന്ത്യൻ സിനിമാ ലോകത്തിലെ എക്കാലത്തെയും മികച്ച അവതരണങ്ങളായി. ലക്കി ഭാസ്കറായി തെലുഗു പവർ സ്റ്റാർ പവൻ കല്യാണിനോട് ഏറ്റുമുട്ടാനാണ് അയാൾ ഇനി എത്തുക. ദുൽഖറിന്റെ ആദ്യകാല വേഷങ്ങളെ ഒരു ഫ്രീക്കന്റെ ന്യൂ ജനറേഷൻ കാട്ടിക്കൂട്ടലുകൾ എന്ന് കളിയാക്കിയെങ്കിലും കാലം പോകെ അവയെല്ലാം സ്വീകരിക്കപ്പെട്ടു. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ കൃഷ്ണനും പറവയിലെ ഇമ്രാനും സോളോയിലെ ത്രിലോക് മേനോനും അയാളുടെ പാറ്റേൺ തിരുത്തിയ കഥാപാത്രങ്ങളായിരുന്നു. അമൽ നീരദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 5 സുന്ദരികളിലെ കുള്ളന്റെ ഭാര്യ എന്ന ചിത്രത്തിലെ നരേറ്ററായി ദുൽഖർ എത്തിയപ്പോൾ സിനിമയുടെ വൈകാരികത പ്രേക്ഷകരിലേക്ക് പകരാൻ ആ ബാൽക്കണിയിലെ അയാളുടെ തിളങ്ങുന്ന കണ്ണുകൾ ധാരാളമായി. ഓക്കെ കൺമണി എന്ന മണിരത്നം ചിത്രത്തിലൂടെ തമിഴിലേക്ക് കാൽവെച്ച ദുൽഖറിനെ അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് അടുത്ത തലമുറയുടെ മാധവൻ എന്നായിരുന്നു. അത് ശരിവെക്കും വിധം ഒരു പിടി റൊമാൻറ്റിക് ചിത്രങ്ങളിലൂടെ അയാൾ തെന്നിന്ത്യൻ ഹൃദയങ്ങൾ കവർന്നു. ജമിനി ഗണേശായാണ് തെലുഗു ലോകം സ്വീകരിച്ചത്. എന്നാൽ മലയാളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ അയാൾക്ക് പരാജയത്തിൻ്റെതാണ്. കൃത്യമായി പറഞ്ഞാൽ പരീക്ഷണ ചിത്രമായിരുന്ന സോളോയ്ക്ക് ശേഷം. സോളോയിലെ തിരിച്ചടി വലിയ ആഘാതമായിരുന്നു എന്ന് ദുൽഖർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് യമണ്ടൻ പ്രേമകഥയിലൂടെ അയാൾ മലയാളത്തിൽ ഒരു മടങ്ങി വരവിന് ശ്രമിച്ചത്. അതും പരാജയപ്പെട്ടു. വീണ്ടും വീണ്ടും തിയേറ്ററുകൾ പ്രതീക്ഷയുടെ വരമ്പുകൾ വെട്ടിയെങ്കിലും അതൊന്നും വിജയത്തിലേക്കുള്ളതായില്ല. കോവിഡ് അനന്തരം 2 സിനിമകളിലാണ് ദുൽഖർ നായകനായി എത്തിയത്. കുറുപ്പും കിങ് ഓഫ് കൊത്തയും. കോവിഡ് ക്ഷീണം തീർത്ത് തിയേറ്ററുകൾ തുറന്നത് കുറുപ്പിലേക്കായിരുന്നെങ്കിലും സിനിമ പ്രതീക്ഷ തകർക്കുകയും വിവാദങ്ങളിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തു. അത്ര പോലും സ്വീകാര്യത കിങ് ഓഫ് കൊത്തയ്ക്ക് ലഭിച്ചില്ല. അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ വമ്പൻ താരനിരയുമായി എത്തിയ ചിത്രം റിലീസിന് മുമ്പേ വലിയ ഹൈപ്പാണ് സൃഷ്ടിച്ചത്. എന്നാൽ റിലീസിന് പിറകെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതോടെ കൊത്തയുടെ പ്രഭാവം മങ്ങി. എങ്കിലും 50% ഒക്യുപ്പൻസിയോടെ വന്ന കുറുപ്പും പിന്നെ വന്ന കൊത്തയും വാണിജ്യപരമായി ഹിറ്റടിച്ചു. അവിടെയാണ് ദുൽഖർ എന്ന ക്രൗഡ് പുള്ളറിന്റെ പവർ തെളിയുന്നത്. ഇന്ത്യൻ സിനിമയിൽ അയാൾക്കിന്ന് സ്വന്തമായൊരു ഇരിപ്പിടമുണ്ട്. പരീക്ഷണങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും ആവർത്തനങ്ങളിലൂടെയും അയാൾ നേടിയെടുത്തതാണത്. ആഡംബര കാർ നിർമ്മാതാക്കളായ പോർഷയുടെ മാഗസിനിൽ അവർ ദുൽഖറിന്റെ വളർച്ചയെ വിശേഷിപ്പിച്ചത് ആൻ അൺഡ്രീംഡ് ഡ്രീം എന്നാണ്. സ്വപ്നം കാണാനാവാത്തൊരു സ്വപ്നം. മമ്മൂട്ടിയുടെ മകൻ എന്നറിയപ്പെടാൻ ആഗ്രഹമില്ലെന്ന് എത്ര ആവർത്തിച്ചാലും അത് എളുപ്പമായൊന്നൊരു പേരല്ല. എങ്കിലും മമ്മൂട്ടിയുടെ മകൻ എന്ന തളച്ചിടലിൽ നിന്നും രാജ്യാന്തര മാസികയുടെ തലക്കെട്ടായി മാറുകയാണ് ഇന്ന് ദുൽഖർ. സ്വപ്നം കാണാനും പാറിപ്പറക്കാനും ഒരു തലമുറയ്ക്ക് ധൈര്യം നൽകിയ മലയാളത്തിന്റെ യുവ സുൽത്താൻ.